എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഒരു കഥ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കഥയുടെ പേരാണ് ഡേയ്സിൽ. അപ്പോൾ ഗൈസ്, ഈ ഡേയ്സിൽ എനിക്കറിയില്ല എന്താ മീനിങ് ഒന്നും അറിയത്തില്ല. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ കഥ പറയാൻ പോകുക. അപ്പോൾ നമ്മൾ ഒരു ദിവസം കുറേ കുട്ടികൾ ഇങ്ങനെ പണ്ടത്തെ സ്ക്രീനിലേക്ക് പോവുകയാണ്. മീൻസ് പണ്ടത്തെ ഫ്യൂച്ചേഴ്സിൻ്റെ സ്ക്രീനിൽ എല്ലാവരും കാണിക്കുകയാണ്. അപ്പോൾ ഇവർ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഇവർക്ക് പ്ലാൻ വന്നു. ഇവർ ഫ്യൂച്ചർ ബാഗ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിപ്പോയി ഫ്യൂച്ചറിൻ്റെ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ട് അത് നമ്മൾ നോക്കും. അപ്പോൾ ഇവർ അതുപോലെ തന്നെ നോക്കി. ഈ മിഷനെല്ലാം കഴിഞ്ഞ് എന്താ ഉണ്ടാവാൻ പോണേ അതെല്ലാം നോക്കിയപ്പോൾ നമ്മൾ ജോയൽ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറുണ്ട്. അത് എൻ്റെ പേരിലാണ് വന്നിരിക്കുന്നത്. ജോയൽ എന്ന് പറഞ്ഞ ക്യാരക്ടർ, പിന്നെ രാഹുൽ എന്ന് പറഞ്ഞ ക്യാരക്ടർ, നെക്സ്റ്റ് ക്യാരക്ടർ പ്രിയാങ്ക എന്ന് പറഞ്ഞ ക്യാരക്ടർ, പിന്നെ അനി എന്ന് പറഞ്ഞ ക്യാരക്ടർ, ഇമാനുവൽ എന്ന ക്യാരക്ടറാണ്. ഈ കഥയിൽ 5 പേരേ ഉള്ളൂ. ഓൾഡ് ടൈം നമ്മളുടെ വെച്ചാണ്. അപ്പോൾ ഗൈസ്, ആദ്യം കാണിക്കുന്ന രാഹുലാണ്. രാഹുൽ ഇമ്മാനുവലിൻ്റെ വലിയ ചേട്ടനാണ്. പിന്നെ ജോയലിൻ്റെ ചേട്ടനാണ്. അപ്പോൾ ഈ രാഹുലിൻ്റെ സെക്കൻഡ് അനിയനാണ് ഈ ജോയൽ. അത് എൻ്റെ പേരിലാണ് വന്നിരിക്കുന്നത്. ഈ രാഹുൽ എൻ്റെ ഫ്രണ്ടിൻ്റെ വന്നിരിക്കുകയാണ്. ഇമാനുവൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ആയിട്ടാണ്. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ നോക്കുന്നുണ്ട്. അപ്പോൾ രാഹുൽ പ്രിയാങ്കനെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ആ കഥയിൽ ഈ പ്രിയാങ്കയുടെ അനിയത്തിയാണ് അനി. അപ്പോൾ ഇമാനുവൽ അനീനെ സ്നേഹിക്കുന്നുണ്ട്, രാഹുൽ പ്രിയാങ്കനെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ജോയിൽ നമ്മളെ രാഹുൽ ഒരു ഡോക്ടറാണ്. അപ്പോൾ ഈ ഡോക്ടർ ഭയങ്കര പണിയെടുക്കുകയാണ്. സമയത്ത് ഈ പെണ്ണ് ഇങ്ങനെ വന്ന് ചോദിക്കുക. അപ്പോൾ ഈ പെണ്ണ് ഈ ചെക്കൻ പറയാണ് അങ്ങോട്ട് നോക്കാൻ പറയുന്നു. ഈ പ്രിയാങ്ക അങ്ങോട്ട് നോക്കും. അപ്പോൾ ആ ഫോൺ അവളുടെ കയ്യിലുണ്ട്. അപ്പോൾ ആ ഫോൺ തട്ടിപ്പറിച്ച് ഓടും. അപ്പോൾ ആ പെണ്ണ് അവളുടെ മോന്തയ്ക്ക് ഒരു ഒറ്റ അടിക്കും. ആ സുന്ദരം ആ പെണ്ണിൻ്റെ മോന്തയിലേക്ക് ഇങ്ങനെ അടിക്കും. ആ ഫീല് അവൾ ആലോചിച്ചു. പിന്നെ തുടങ്ങി ജോയലിന് അതൊരു ജലം. അത് പിന്നെ രാഹുലിനെ തട്ടിക്കളയാനുള്ള പ്ലാൻ വെച്ചു. പിന്നെ രാഹുലിന് ഇമാനുവലിനെ തട്ടിക്കളയുന്നത് വെച്ചു. ഇമാനുവൽ രാഹുലിൻ്റെ ചേട്ടനായിരുന്നു. അപ്പോൾ ജോയലിൻ്റെ ചേട്ടനായിരുന്നു ഇമാനുവൽ. രാഹുലായിരുന്നു ഈ ജോയലാണ് ഏറ്റവും ചെറുത്. അപ്പോൾ ഇമാനുവലിന് കൂടുതൽ ശക്തി ഉണ്ടല്ലോ. അപ്പോൾ ഈ രാഹുലിനൊന്നും ചെയ്യാൻ പറ്റില്ല. രാഹുല് പിന്നെ ഒരു ട്രക്ക് ഓടിച്ചിട്ട് രാഹുലിനെ തീർക്കാണ്. രാഹുലിനെ ആ കഥയിലില്ല. പിന്നെ പുതിയ കഥയിലേക്കാണ് പോകുന്നത്. പിന്നെ വന്നത് അപ്പോൾ ഈ കേസിൽ അവനാണ് ജയിക്കുന്നത്. നമ്മുടെ മറ്റേ അവൻ്റെ പേരെന്തായിരുന്നു എനിക്ക് ഓർമ്മയില്ല. ഈ നമ്മുടെ രാഹുലിൻ്റെ അനിയൻ ഇമാനുവൽ ചോദിക്കുകയാണ്, അവനോട് ചോദിക്കുകയാണ്, നിങ്ങൾ നീ എന്താണ് ചെയ്തത്? അപ്പോൾ നമ്മുടെ കഥയിൽ ഉണ്ടായിരുന്ന നമ്മുടെ ജോയൽ പറയാണ്, അപ്പോൾ ജോയൽ ജയിച്ചല്ലോ. ഇമാനുവൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ചേട്ടൻ എപ്പോഴാണ് വരുന്നതെന്നൊക്കെ ചോദിച്ചിങ്ങനെ ഇരിക്കുകയാണ് ജോയലിൻ്റെ അടുത്ത്. ജോയൽ അവന് തട്ടിക്കളഞ്ഞു. പ്രിയാങ്കയുടെ കൂടെ വരുമായിരുന്നു അവൻ വണ്ടിയിൽ ഓടിച്ച്. അവൻ്റെ കുഞ്ഞൊരു വണ്ടിയായിരുന്നു, അതിനിടിച്ച് അവനെ തീർത്തു. പ്രിയാങ്കനെ തീർത്തു. ആ പ്രതികാരം തീർത്തപ്പോൾ അതിന് ഭയങ്കര സന്തോഷം. പിന്നെ ജോയൽ ഈ കഷ്ടപ്പാട് കൊണ്ട് തന്നെ അവന് ഡോക്ടറായി. പിന്നെ ഇവൻ്റെ ചേട്ടൻ ഇമാനുവലിനെ തീർക്കണം വിചാരിച്ചു. ഇമാനുവലിനെ കുത്തിക്കൊന്നു. ഇമാനുവലിനെ എന്തോ ഒരു വണ്ടി ഭയങ്കര ഇടിച്ചിടിച്ച് അവനെ താഴേക്കിട്ട് കൊന്നു. അവൻ വിചാരിച്ചു അവൻ ചത്തുപോയിന്ന്. പക്ഷേ അവൻ തീർന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ ജോയിൽ ഈ പെണ്ണിനെ കൊണ്ടുപോകണം, ഈ അനീനെ.
ഞാൻ ഡോക്ടറാണ്, നീ എൻ്റെ കൂടെ വായോ. പിന്നെ ഈ അനി ഈ ഒരു ദിവസം രാഹുലിനെ ഈ ജോയിലിനെ തീർത്ത് കളഞ്ഞു. ജോയിൽ ഉറങ്ങണ സമയത്ത് രാഹുൽ വരും എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ പ്രിയാങ്ക വരും എന്ന് പറഞ്ഞു, നമ്മുടെ അനി വരും എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ വിചാരിച്ചു ശരിക്കും വരുന്നുണ്ടെന്ന്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോഴത്തേക്കും അനി എന്ത് ചെയ്തു, കത്തി വെച്ച് അവനെ കൊന്നു കളഞ്ഞു. അവനെ തീർത്തു. ആ കഥയിൽ അവനെ കിട്ടിയ. പിന്നെ നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ഇമ്മാനുവലിനാണ് ഏറ്റവും കൂടുതൽ അവന് ഇഷ്ടപ്പെട്ടത്. ആ അനിയനും ചേട്ടന്മാരിന് ഏറ്റവും കൂടുതൽ ഇമ്മാനുവലിനാണ് ഇഷ്ടപ്പെട്ടത്. ഇപ്പോൾ ഈ അനി ഗേൾ ഫ്രണ്ടാണ്. ഈ അനിയുടെ ബോയ് ഫ്രണ്ട് ഈ ഇമ്മാനുവലിനാണ് ഈ പഴയ നിയമത്തിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഡേയ്സിൽ എന്ന ഫസ്റ്റ് പാട്ടിൽ ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ ഇപ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇപ്പം എല്ലാം മനസ്സിലാവും. അപ്പോൾ സെക്കൻഡ് പാർട്ടിൽ ഉണ്ടാവുന്നത് ഇവരുടെ കുട്ടികൾ തീരാണ്. അപ്പോൾ എൻ്റെ അനിയത്തിയുടെ റോള് സെക്യൂരിറ്റിയാണ്, ഇവരുടെ വീട്ടിൻ്റെ സെക്യൂരിറ്റിയാണ്. അപ്പോൾ ഈ രാഹുലിൻ്റെ പ്രതികാരം തീർക്കാൻ ഇവൻ്റെ പേര് മാറ്റും, റോഹിത് എന്നാക്കും. രാഹുലിനെ റോഹിത് എന്നാക്കി അവരുടെ തീർക്കാനുള്ള പ്ലാനുകളാക്കി. സെക്യൂരിറ്റീനെ തീർത്ത് കളഞ്ഞു പെട്ടെന്ന് തന്നെ അവൻ്റെ വീട്ടിൽ കയറാൻ. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഇമ്മാനുവൽ ഇങ്ങനെ ഫോൺ വിളിച്ചിരിക്കുക. അവൻ ഭയങ്കര മെൻ്റലായി. ആര്? നമ്മളുടെ രാഹുൽ. അവൻ്റെ പേരെല്ലാം മാറ്റി അവൻ ഭയങ്കര മെൻ്റൽ പോലെയായി. പിന്നെ അതിൻ്റെ ദേഷ്യത്തിൽ അവൻ ഫുൾ വീടെല്ലാം കത്തിച്ച് കളഞ്ഞു. ഇത് ഇമ്മാനുവൽ അവിടെ നോക്കുമായിരുന്നു. അവൻ വണ്ടിയിൽ ഇങ്ങനെ ട്രാഫിക് ജാം ആയിരുന്നു. ആ വണ്ടിക്ക് അവൻ കത്തിച്ച് കളഞ്ഞു, ഒരാളിനെ കൊന്നും കളഞ്ഞു ആ ദേഷ്യത്തിൽ. ഇമ്മാനുവൽ നോക്കുക ആരാണത്. പിന്നെ ട്രാഫിക്കെല്ലാം തീർന്ന് അവൻ പോവുക. അപ്പോൾ ആ സമയത്ത് ഇവൻ രാഹുലിനെ കാണുകയാണ്. അപ്പോൾ ഇവൻ ഭയങ്കര പേടിക്കുകയാണ്, അയ്യോ രാഹുൽ എത്തിയല്ലോ. അപ്പോൾ നമ്മുടെ രാഹുൽ മാസ്ക് എല്ലാം മാറ്റി, പേരൊക്കെ മാറ്റി, മാസ്കൊക്കെ വെച്ചിട്ട് വരികയാണ്. ആ സമയത്ത് ഈ രാഹുൽ പെട്ടെന്ന് നമ്മളെ ഇമ്മാനുവൽ ഇങ്ങനെ ഫോൺ വിളിച്ചിരിക്കുകയാണ്. നമ്മളെ ഭാര്യ അനീൻ്റെ അടുത്ത് ഫോൺ വിളിച്ച് സംസാരിക്കുകയാണ്. ആള് ഡോക്ടറാണ്, പോലീസ് ഓഫീസറാണ്, സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് നമ്മളാളിനെ തീർത്തുകളഞ്ഞു, ഇമ്മാനുവലിനെ തീർത്തുകളഞ്ഞു. നമ്മളുടെ റോളെടുക്കുന്ന ജോക്കുട്ടനാണ്. അപ്പോൾ ജോക്കുട്ടനാണ് എൻ്റെ കൂട്ടുകാരനാണ്, ഹാൻഡ്സ്കേപ്പറാണ്. അപ്പോൾ റോളിൻ്റെ റോള് എൻ്റെ കുട്ടികളുടെ റോളാണ്. അപ്പോൾ എൻ്റെ കുട്ടികളെ തീർത്തില്ല. എൻ്റെ കുട്ടികൾ എൻ്റെ വൈഫിൻ്റെ കൂടെ പോയിക്കുമായിരുന്നു. അപ്പോൾ വൈഫിൻ്റെ കൂടെ പോയിക്കുമായിരുന്നു, ഇമ്മാനുവലിൻ്റെ വൈഫിൻ്റെ കൂടെ അവൻ്റെ കുട്ടിയെ പോയിക്കുകയായിരുന്നു. ഇത് ഞാൻ ഉണ്ടാക്കിയൊരു കഥയാണ്. അത് ഞങ്ങളുടെ പറയാം, നമ്മൾ നാളെ ഇങ്ങനെ ഉണ്ടാക്കും. അതിൻ്റെ വീഡിയോ ഇന്ന് പറ്റില്ല, നാളെ പറ്റും. ഞാൻ നാളെ നിങ്ങൾക്ക് അയച്ചു തരും. അപ്പോൾ സെക്കൻഡ് പാർട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇമ്മാനുവൽ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, കുട്ടികളെങ്ങനെയുണ്ട് അങ്ങനെയാണ്. ആ സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ രാഹുലിനെ കത്തി വെച്ച് നമ്മളെ ഇമ്മാനുവലിനെ കത്തി വെച്ച് കൊല്ലാണ് നമ്മുടെ രാഹുൽ. അതിൻ്റെ ഒരു ദേഷ്യത്തിൽ തന്നെ പെട്ടെന്ന് അവനെ കത്തിച്ച് കൊല്ലും. അവൻ വണ്ടി ഇടിച്ചപ്പോൾ നമ്മുടെ ജോയിൽ വിചാരിച്ചു അവനാണ് ജോയിൽ വിചാരിച്ചു, നമ്മുടെ രാഹുൽ വിചാരിച്ചു ഇമ്മാനുവലാണ് അവനെ കൊന്നത്. പക്ഷെ ജോയിലാണ് അവനെ കൊന്നത്. അപ്പോൾ ഇവന് മനസ്സിലായി നമ്മളുടെ അവന് മനസ്സിലായി ജോയിലാണ് അവനെ കൊന്നത്. അവൻ്റെ അനിയൻ, ഏറ്റവും വലിയ അനിയൻ ട്രക്ക് അടിച്ച് കൊന്നതാണ്. അപ്പോൾ ഇവൻ തന്നെ മരിക്കുകയാണ്, നമ്മുടെ രാഹുൽ ഈ കഥയിൽ മരിക്കുകയാണ്. പിന്നെ തേർഡ് പാർട്ടിൽ രാഹുലില്ല, ആരുമില്ല. പിന്നെ വരുന്നത് നമ്മളുടെ ഇമ്മാനുവലിൻ്റെ ഒരു കുഞ്ഞായിട്ടാണ് വരുന്നത്. ഇമ്മാനുവൽ തട്ടിക്കളഞ്ഞു. പിന്നെ നമ്മുടെ രാഹുൽ ഇത് മരിച്ചിട്ടില്ല. രാഹുൽ സൂയിസൈഡ് ചെയ്തിട്ടില്ല, സൂയിസൈഡ് ചെയ്തു എന്ന് അവൾ പറഞ്ഞു. പക്ഷെ അവൻ്റെ പേര് പിന്നെ മാറ്റി. ആ പേരാണ് ജുവാൻ മാറ്റി അവൻ വന്നു. പിന്നെ ഇവൻ ഒരു ഫാദറാവുമ്പോൾ ഇവനെ ഇമ്മാനുവലിൻ്റെ ശരീരം ഇമ്മാനുവലിന് മരിച്ചിട്ടില്ല, അവൻ ജീവനോടുണ്ട്. അവനെ സെമിത്തേരിയിൽ കുഴിച്ചിട്ടേക്കാണ്, അവിടെ വെച്ചേക്കാണ് ജയിലിൽ. ആ സമയത്ത് നമ്മുടെ അനി വന്ന് ചോദിക്കുകയാണ്, എൻ്റെ ഹസ്ബൻഡ് എവിടെയെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ഈ പാസ്റ്റർ ബുക്കൊക്കെ തുറന്ന് നോക്കുകയാണ് എവിടെയാണെന്ന്.
ചാവിയെല്ലാം കൊടുത്ത് വിട്ടു. ആ സമയത്ത് ഈ ചെക്കൻ ജീവനോടെ ഉണ്ടെന്ന് പറയും. ജീവനോടെ എന്നിട്ട് ഈ പെണ്ണ് പറയില്ല, പെണ്ണിനെ അറിയാം ജീവനോടെ ഉണ്ടെന്ന്. ബിക്കോസ് അവർ ഫ്യൂച്ചറിലെല്ലാം നോക്കിയല്ലോ. അപ്പോൾ ഇവർ ഈ ഫ്യൂച്ചറിലെല്ലാം വന്ന് നോക്കാണ്. അപ്പോൾ ഇനി ആ ഫ്യൂച്ചർ ബാഗ് ഉണ്ടാക്കി അവരതിൽ വന്ന് ഫ്യൂച്ചറിൽ വന്ന് ശരിയാക്കി. അങ്ങനെ ഇമാനുവൽ പറഞ്ഞു ഇതാണ്. പിന്നെ രാഹുലിനെ കൊന്നു കളഞ്ഞു. ഇതാണ് ഡേയ്സിൽ കഥ. പാർട്ട് 3 നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നില്ല. പാർട്ട് 3 നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നില്ല, നാളെ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് നമ്മൾ തരും. കൂടെ നമ്മളുടെ ഫോട്ടോസ് ഞാൻ അയക്കുന്നുണ്ട്, അത് നിങ്ങൾ കാണണേ. അപ്പോൾ നമ്മളുടെ ചാനൽ ഇസാക്സ് വേൾഡിനെ ഒന്ന് കമൻ്റ് അടിക്കണം. ആരെങ്കിലും ഒന്ന് കമൻ്റ് അടിക്കണം. ആരും കമൻ്റ് അടിച്ചിട്ടില്ല. പിന്നെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. സബ്സ്ക്രൈബ് കൂടുതൽ കൊടുക്കണം കേട്ടോ. കമൻ്റ് അടിക്കുന്ന സമയത്ത് സബ്സ്ക്രൈബ് കൂടുതൽ കൊടുക്കണം. എൻ്റെ ഫ്രണ്ട്സും കൂടുതൽ ഞാൻ പറയുന്നുണ്ട്, സബ്സ്ക്രൈബും ചെയ്യുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്, ചെയ്യണം. താങ്ക് യു ഫോർ